പത്തനംതിട്ട കോന്നി പയ്യനാമൺ പാറമട അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശി അജയ് കുമാർ റായിയെ പുറത്തെടുക്കാനുള്ള ശ്രമം ദുഷ്കരമാണ്. അപകട സ്ഥലത്തെത്തിയ ദൗത്യസംഘത്തിന് വെല്ലുവിളിയായി വീണ്ടും പാറ ഇടിഞ്ഞു. തെരച്ചിൽ ദൗത്യത്തിനായി കൂറ്റൻ ക്രെയിൻ എത്തിക്കാൻ സാധിച്ചില്ല. തോട്ടപ്പള്ളിയിൽ നിന്ന് വലിയ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് ദൗത്യം തുടരും. അതിനിടെ അപകടത്തിൽപ്പെട്ട അജയ് റായിയുടെ സഹോദരങ്ങൾ സ്ഥലത്തെത്തി, എങ്കിലും പോലീസ് തടഞ്ഞു. 10 साल से काम कर रहा है ओनर, हमको नहीं बताया वो ऐसा डेंजर है, नहीं तो मैं नहीं आना देता। बोला बहुत अच्छा काम है, दिन दिन में डिप्टी रहता है। वो बोला मैं दिन में 6 बजे डिप्टी को जाता है, 6 बजे शाम को रूम को आता है। बहुत बार एनी टाइम 100 बार। कल उन्होंने मॉर्निंग में कॉल किया मेरे को, मैं डिप्टी जा रहा हूँ। वो मैं बोला ठीक है जाओ। अरे फैमिली है, बच्चा छोटा छोटा, मेरा ब्रदर जी है, छोटा ब्रदर, डेली बच्चा 3 बच्चा सर। രക്ഷാപ്രവർത്തനത്തിൽ മെല്ലെ പോക്കെന്ന് മുൻ MLA ജോസഫ് എം പുതുച്ചേരി ആരോപിച്ചു. അതേസമയം ദൗത്യം ഇന്നു തന്നെ പൂർത്തിയാക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ. സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. സുജിത്ത്, ആ സഹോദരന്റെ സങ്കടം അത് സഹിക്കാൻ കഴിയുന്നില്ല. ഇന്നലെയും വിളിച്ചിരുന്നതാണ്, ഡ്യൂട്ടിക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഇത്രയും അപകടം പിടിച്ച ഒരു ജോലിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ തെരച്ചിൽ എവിടെ എത്തി നിൽക്കുന്നു? അതേ സ്മിത, ആ സഹോദരന്മാരുടെ കരച്ചിൽ ഇവിടെ കണ്ടു നിന്നവരുടെ പോലും കണ്ണുകൾ ഇറങ്ങണിയിക്കുന്നതായിരുന്നു. കാരണം അതുപോലെ ഇവിടെ വന്ന ഈ അപകടം നടന്ന പാറമടയ്ക്ക് സമീപത്ത് വന്ന അദ്ദേഹത്തിൻ്റെ ആ കരച്ചിൽ അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഈ 2 സഹോദരന്മാരാണ് ഇവിടേക്ക് എത്തിയത്. പിന്റു റായിയും അതുപോലെ തന്നെ ഉദയ് റായ് എന്ന് പറയുന്ന 2 സഹോദരന്മാരാണ് അജയ് റായിയുടെ ഇവിടേക്ക് സഹോദരന്മാരായി ഇവിടെ എത്തിയത്. അവർ ഇവിടെ എത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പാറമടയുടെ ഉടമ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമാണ് ഇവരുടെ വീട്ടിലേക്ക് കാര്യങ്ങൾ വിളിച്ചറിയിച്ചത്. അങ്ങനെയാണ് അവർ ഇന്ന് ഇവിടേക്ക് എത്തുകയും ചെയ്തത്. സതീദേവി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. 3 കുട്ടികളുടെ പിതാവാണ് ഇദ്ദേഹം. ഇന്ന് ഈ അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിരുന്നു. മകന് സ്കൂൾ ബാഗ് വാങ്ങുന്നതിനുള്ള പണം ഈ സഹോദരൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ദിവസം 2-3 തവണ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളായിരുന്നു. ഏതാണ്ട് 10 വർഷമായിട്ട് അജയ് ഈ പാറമടയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് സഹോദരൻ പറയുന്നത്. ജോലി വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ഹിറ്റാച്ചി ഓടിക്കാൻ ഹിറ്റാച്ചി വർക്ക് ചെയ്യുന്നതിന് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10 വർഷത്തോളമായിട്ട് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യായിരുന്നു. ജോലിയിൽ വളരെ സന്തോഷവാനായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിനുശേഷം ഇപ്പോഴും ദൗർഭാഗ്യവശാൽ രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അജയ് കുമാർ റായിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ വലിയ ദുഷ്കരമാവുകയാണ്. ഇനിയിപ്പോൾ തെരച്ചിൽ ദൗത്യത്തിനായി കൂറ്റൻ ക്രെയിൻ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. തോട്ടപ്പള്ളിയിൽ നിന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ചാണ് ദൗത്യം തുടരുക. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു സുജിത് സുരേന്ദ്രൻ.